മഴയ്ക്കിടയിൽ ഒരു കീടകം എവിടെ മാനവരാണധികം വഴി വീണവരും സുലഭം മിഴികളിലുതിരും പെരുമഴനനയാ ഒരു ഹൃദയം ജീവിതം സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ആട്ടവും പാട്ടും രസകരമായ കാഴ്ചകളുമൊക്കെയായിരുന്നു ഒരു കാലത്ത് നമുക്ക് പ്രിയം. പക്ഷെ ഇന്ന് നമ്മുടെ അഭിരുചി മാറി. അന്യരുടെ പ്രാണവേദനയും അയൽക്കാരൻ്റെ അടുക്കള രഹസ്യമൊക്കെയായി നമുക്ക് ഹരം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഓരോ ജീവിതങ്ങളും വേറിട്ട കാഴ്ചകളായി കാണാവുന്നവയല്ല, കൗതുകകരവുമല്ല. ദുഃഖവും വിഷമവും വൈരാഗ്യവുമൊക്കെയാണ്. അതും രസിക്കുന്ന കാഴ്ചയായി കാണാതെ എന്നെങ്കിലും ഒരിക്കൽ നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ സംഭവിക്കാവുന്ന പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി കാണുക, വിലയിരുത്തുക. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്ന് ജീവിതം സാക്ഷിയിലെത്തിയിരിക്കുന്നത് വളരെ വിചിത്രവും ദുഃഖകരവുമായ ഒരു കേസാണ്. ഇതുവരെ ജീവിതം സാക്ഷിയിൽ ഇങ്ങനൊരു പരാതിയുമായി ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. കൊല്ലം പെരുമൺ സ്വദേശിയായ അംബികയാണ് പരാതിക്കാരി. 28 വർഷക്കാലം കർണാടകയിലെ ഷിമോഗയിലും ഇപ്പോൾ മൈസൂരിലും താമസിക്കുന്നു. നമുക്ക് അംബികയെ പരിചയപ്പെടാം. അംബിക വരൂ. ആദ്യം നമുക്ക് അംബികയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു പ്രൊഫൈൽ. തിരയൊടുങ്ങാത്ത ഒരു വലിയ സങ്കടക്കടലുമായാണ് കർണാടകയിലെ ഷിമോഗയിൽ നിന്നും പെരുമണ്ണുകാരി അംബിക ജീവിതം സാക്ഷിയിലെത്തിയത്. 28 വർഷത്തെ ദാമ്പത്യം സമ്മാനിച്ച തിക്താനുഭവങ്ങളുടെ തീച്ചൂളയിൽ അംബിക സ്ഫുടം ചെയ്തെടുത്തത് നിസ്സഹായതയുടെ നിരാലംബ നിമിഷങ്ങളാണ്. അത്യന്തം വികൃതമായ സത്യങ്ങൾ അംബിക അനാവരണം ചെയ്യുമ്പോൾ ഇങ്ങനെയും ഒരു ജീവിത പങ്കാളി ഉണ്ടാകുമോ എന്ന് ജീവിതം സാക്ഷിയുടെ സ്ത്രീ പ്രേക്ഷകർക്ക് സംശയം തോന്നുന്നുവെങ്കിൽ അത് തീർത്തും സ്വാഭാവികം മാത്രം. അംബികയുടെയും ധർമ്മരാജന്റെയും സംഘർഷാത്മകമായ ജീവിതകഥയിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങളുണ്ട്. പ്രേക്ഷകർ സദയം ക്ഷമിക്കുക. എന്തെന്നാൽ പലപ്പോഴും കഥയേക്കാൾ വിചിത്രമാണ് ജീവിതം. പറഞ്ഞോളൂ അംബിക. എൻ്റെ കല്യാണം, ഞാൻ പെരുമൺ സ്വദേശിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 30ാമത്തെ വർഷമാണ്. ഞങ്ങൾ കർണാടകയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 16ാമത്തെ ദിവസം കർണാടകയിലേക്ക് പോയതാണ്. അഷ്ടമുടിയിലാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത്. ഷിമോഗയിൽ ഭദ്രാവതി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ മൈസൂർ പേപ്പർ മില്ലിൽ ഷുഗർ സെക്ഷനിലാണ് ഹസ്ബൻഡിന്റെ ജോലി. അവിടെ ക്വാർട്ടേഴ്സിലാണ്. ഞങ്ങൾ ആദ്യം ചെന്നപ്പം ഔട്ട് ഹൗസാണ്, ക്വാർട്ടേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഔട്ട് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. ചെന്ന ദിവസം തന്നെ അവരുടെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു തമിഴരുണ്ടായിരുന്നു. അവരുടെ വീട്ടിലാക്കിയിട്ടാണ് പുള്ളി ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, അംബികയുടെ വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? എൻ്റെ വീട്, ഞാൻ 5 പേരാണ് ഞങ്ങൾക്ക് മക്കള്. അതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. വീട്ടിലേക്ക് ഏറ്റവും ഇളയതാണ്. ഏറ്റവും ഇളയത്. ബാക്കി സഹോദരങ്ങളൊക്കെ കൊല്ലം, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അംബിക മാത്രം കല്യാണം കഴിച്ച് കൊണ്ടുപോയി. എത്ര സഹോദരങ്ങൾ അമ്മമാരാ ഉള്ളത്? എനിക്ക് 3 ആങ്ങളമാരും ഒരു ചേച്ചിയുണ്ട്. ഒരു ചേച്ചി. ഓക്കെ, പറഞ്ഞോളൂ. അങ്ങനെ അവിടെ എത്തി തമിഴരാണ് ആദ്യം പരിചയപ്പെട്ടത്. തമിഴരാന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണത്തിന് നാട്ടിൽ വന്നിരുന്നു. ഈ അദ്ദേഹത്തിന്റെ അയൽവാസികൾ, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്. അത് കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച് മാരേജ് ആയിരുന്നു. ആര് വഴി വന്നതായത്? നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ? ബന്ധുക്കളല്ല, ഇവരുടെ പെങ്ങള് എന്റെ കൂടെ അഗ്രികൾച്ചറിന് പഠിച്ചുകൊണ്ടിരുന്നതാ. പിന്നെ അല്ലാതെ ഒരു വള്ളക്കാരനുണ്ട്, ഈ വള്ളം തുഴഞ്ഞ്, അയാളാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. അവരുടെ വീടിന്റെ അടുത്തുള്ളവരാ. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞ് പെണ്ണ് കാണാൻ ചടങ്ങായിട്ടൊന്നും നടത്തിയിട്ടില്ല. അവരുടെ അച്ഛൻ വന്ന് പെണ്ണ് കണ്ട് അവർ ഉറപ്പിച്ചു. എന്നിട്ട് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ചെറുക്കൻ ഗുജറാത്തിലായതിനു ശേഷം പിന്നെ കർണാടകത്തിലോട്ട് ജോലിയായെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ചെറുക്കൻ വന്ന് ഞങ്ങൾ തങ്ങളെ സംസാരിച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഒന്നും സംസാരത്തില്ല. പേര് ചോദിച്ച്, പേരൊക്കെ അവർക്ക് അറിയാവുന്ന, പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് പേരറിയാം. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ സമ്മതമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എൻ്റെ വീട്ടില്. അപ്പൊ അച്ഛൻ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന സമയത്തിന് ഞാൻ പറഞ്ഞ, അച്ഛാ എൻ്റെ സമ്മതമൊന്നും
ചോദിക്കാതെ പോകുന്നില്ല, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക അഞ്ചാലമ്മൂട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അരങ്ങേറണം, അരങ്ങേറ്റത്തിൻ്റെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, അരങ്ങേറ്റം കഴിഞ്ഞിട്ട് പോയാൽ മതി, അത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് കല്യാണം കഴിഞ്ഞാൽ മതി, അതും അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അറിയാതായിരുന്നു ഞാൻ ഡാൻസ് പഠിച്ചുകൊണ്ട്, അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അച്ഛൻ വെച്ചാൽ അച്ഛന് ഇതിനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടിയല്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരുടെ ആശ്രമത്തിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ ചെറുക്കനൊക്കെ വന്നായിരുന്നു. അവിടെ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇന്നതുപോലെ അവൾ അരങ്ങേറണമെന്ന് വിചാരിക്കുന്നുണ്ട്, അരങ്ങേറ്റം കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞു. ആരും ഒന്നും മിണ്ടാതിരുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെറുക്കൻ തന്നെ പറഞ്ഞു ശരി ഓക്കെ കല്യാണം കഴിക്കാം, അരങ്ങേറ്റം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ചിട്ട് അരങ്ങേറ്റത്തിനെല്ലാം പ്രാക്ടീസ് ദിവസവും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇരിപ്പിൽ പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ തോനെ ദിവസമൊന്നും നിശ്ചയം നടത്തിയിട്ട് തോനെ ദിവസമൊന്നും വെക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് അരങ്ങേറ്റം നടത്താൻ വിട്ടില്ല. കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാ. ചിലപ്പോ ഒരു പക്ഷേ നിങ്ങളുടെ അച്ഛനും വലിയ താല്പര്യമില്ലായിരുന്നു. എന്റെ അച്ഛനും താല്പര്യമില്ല, അവരുടെ മാത്രമല്ല എന്റെ അച്ഛനും താല്പര്യമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അങ്ങ് നടത്തണം കല്യാണം, അതുകൊണ്ടാണ് നടത്തിയത്. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട് ചെറിയൊരു വീടാന്ന് വെച്ചാൽ കുടിയടപ്പ് കിട്ടിയ ഒരു 5 സെന്റിനകത്തുള്ള ഒരു വീടാണ്. അതിനകത്ത് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലുന്നത്. വീട്ടിൽ നിന്ന് ആരെയും അങ്ങനെ കൊണ്ടുപോയി കാണിക്കുകയോ അല്ലാതെ അവിടെ നിന്ന് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ കല്യാണം കഴിഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ രാത്രി എനിക്ക് ഒരു പരിചയവും ഇല്ല. ഈ പുള്ളിക്കാരൻ ആ കല്യാണം വരെ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. നിങ്ങളുടെ സഹോദരങ്ങളും ഒക്കെ ഈ കല്യാണത്തെ കുറിച്ച് അന്വേഷിച്ചില്ലേ? എന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അന്ന് ഫോറിനിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ആള് കല്യാണത്തിന് 15 ദിവസം ഉള്ളപ്പോഴാണ് വീണ്ടും മൂന്നാമത്തെ ആള് ഫോറിനിൽ പോയത്. ഏറ്റവും മൂത്ത ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. കല്യാണത്തിന്റെ 15 ദിവസം ഉള്ളപ്പോ 15 ദിവസത്തിന് മുൻപേ പോയി ഏറ്റവും ഇളയ സഹോദരൻ. അതിനു മുന്നേ നടുക്കലത്തെ സഹോദരൻ ഫോറിനിലായിരുന്നു. പിന്നെ ഏറ്റവും മൂത്ത ആള് മാത്രമേ വീട്ടിലുള്ളായിരുന്നു. അയാളൊന്നും അന്വേഷിച്ചതോ പറഞ്ഞതോ എടുത്തോ ഒന്നുമില്ല. അവർ അഡ്രസ്സ് കൊടുത്തെന്ന് പറയുന്നു അവിടുത്തെ ജോലി സ്ഥലത്തുള്ള. ഇവരെവിടെ നിന്ന് ആരും പോയത് അന്വേഷിച്ചതൊന്നുമില്ല. പിന്നെ അച്ഛൻ അന്വേഷിച്ചായിരുന്നു എന്തോന്നൊന്നും കാര്യം വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഒന്നും വീട്ടിൽ പറയത്തില്ല. അച്ഛന്റെ തീരുമാനം എന്താണ് അത് നടക്കണം. അച്ഛൻ എങ്ങനെ പറയുന്നു ഞങ്ങളുടെ അമ്മയുടെ അഭിപ്രായവും ഞങ്ങളുടെ അഭിപ്രായവും ഒന്നും അങ്ങനെ സ്വീകരിക്കത്തില്ല. അദ്ദേഹം തന്നെ തീരുമാനിക്കുക അങ്ങനെ കല്യാണം. അമ്മയുടെ അഭിപ്രായം ചോദിക്കത്തില്ല. അവർ തമ്മിലുള്ള തന്നെ നല്ല ചേർച്ചയുള്ള ജീവിതമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മയുടെ അഭിപ്രായത്തിനൊന്നും ഒരു വില കൊടുക്കുന്ന ആളായിരുന്നില്ല. അച്ഛൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഈ സഹോദരന്മാർക്ക് വലിയ താല്പര്യം ഇല്ല, ആരുടെയും കേൾക്കത്തില്ല. പിന്നെ മൂത്ത സഹോദരനുണ്ട്, ഒന്നും പറയത്തും എടുക്കത്തും ഒന്നുമില്ല. അച്ഛനെതിരായിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുക അല്ലെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുക ഒന്നും ചെയ്യത്തില്ല മൂത്ത സഹോദരനും. അങ്ങനെ കല്യാണം കഴിച്ച് അവിടെ ചെന്നിട്ട് അന്നത്തെ ദിവസം രാത്രിയായി. എൻ്റെ അടുത്തൊന്നും വേണ്ട, ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് അവിടെ നിന്ന് വന്ന തമിഴരുമായിട്ട് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കുന്നതല്ലാതെ എന്നോടൊന്നും സംസാരിക്കുകയോ ഒന്നും പറയുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയായി, ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി. എനിക്ക് എവിടെ കിടന്നുറങ്ങണമെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ ഇറമ്പയിൽ അങ്ങ് ഇരുന്നപ്പോൾ ഇവരുടെ രണ്ടാമത്തെ സഹോദരി എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് പോയി കിടക്കാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ ബാക്കിലൊരു ചെറിയ ഇങ്ങനെ ചായ്പ് പോലുണ്ട്. അതിനകത്തോട്ട് കാണിച്ച് ഞാൻ അവിടെ പോയപ്പോൾ മൊത്തം ഇരുട്ട് മുറിയാണ്. അവിടെ മണ്ണെണ്ണവിളക്ക് പോലും ഇല്ല, ഒരു കട്ടിൽ മാത്രം അവിടെ ഉണ്ട്. ഞാൻ അവിടെ പോയി ഇരുന്ന്. അപ്പോൾ പുള്ളി വന്നതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വന്ന് കഥ അടച്ച്. ഒരു മണ്ണെണ്ണവിളക്കും ഇല്ല, ഒന്നുമില്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കിടന്നു പറഞ്ഞു. ഞാൻ കിടന്നത് മാത്രമേ എനിക്കറിയാം, പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഒരു അറ്റാക്കായിരുന്നു. അത്ര എനിക്ക് എന്തോ വേണം കൂവി വിളിച്ചോ എന്തോ ചെയ്തോ ഒരു വക എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് 5 ദിവസം വരെ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ്. എനിക്ക് സന്ധ്യ ആകുമ്പം ശരീരം എല്ലാം വിറയ്ക്കുമായിരുന്നു. എന്തോ നടക്കാൻ പോകുന്നു, രാത്രിയിൽ എന്തോ നടക്കാൻ പോകുന്നു. നേരം വെളുത്തെണീക്കുമ്പോഴും നല്ല സ്നേഹം കാണിക്കുക. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത ദിവസം തന്നെ ബന്ധുക്കളെല്ലാം വന്ന് അവരെടുത്ത് നല്ലോണം സംസാരിക്കുന്നു, അവർ ഇവരെടുത്ത് സംസാരിക്കുന്നു നല്ല രീതിയിൽ. എനിക്ക് ഒന്നും പറയാനോ അല്ലെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് ആരോട് നിങ്ങളോടും നല്ല രീതിയിൽ നല്ല രീതിയില്ല. എൻ്റെ അടുത്ത് സംസാരിക്കുന്നു, എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സംസാരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, വന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നു, ഒന്നും ചോദിക്കുന്നില്ല. ഞാനായിട്ട് എങ്ങനെ പോയി പറയാനാ? എനിക്കൊന്നും പറയാനുള്ള ഒരു ചാൻസ് ആരും തരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ അത്ര ക്ലോസ് ആയിട്ടുള്ളതും ഇല്ല. ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലോസ്. അമ്മ എടുത്ത് പറയാൻ പറ്റുമോ? 5 ദിവസത്തിനിടയ്ക്ക് 5 ദിവസമൊക്കെ ആയപ്പം ഒരു ഇടയ്ക്ക് എപ്പോഴെങ്കിലും പകല് എന്നെ ഉപദ്രവിക്കരുത് എന്നെങ്കിലും പറയാൻ പറ്റില്ല. എനിക്കത് ഉപദ്രവമാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ.
എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഉപദ്രവിക്കുകയാണോ അതോ എന്നോട് സ്നേഹിക്കുകയാണോ അതോ ഇതാണോ ജീവിതം, അതൊന്നും എനിക്കറിയത്തില്ല. പകലൊന്നില്ല രാത്രിയൊന്നില്ല, അതേ രീതിയിലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവിടുന്ന് പോയി. 16-ാമത്തെ ദിവസം ഇവിടുന്ന് പോയതിന് ശേഷം പിന്നെ അവിടെ ചെന്നിട്ട് നല്ല കാര്യമൊക്കെ ആയിരുന്നു. എന്നാലും എനിക്ക് ഇതിനോടുള്ള ഈ അങ്ങനെ ഒരു അറിയത്തില്ല, എന്ത് വേണം എങ്ങനെ വേണമെന്ന് അറിയാതെ അങ്ങനെ പിന്നെ പുള്ളിക്കാരനെ കണ്ട് ആ തമിഴരുടെ അടുത്ത് പറഞ്ഞു കാര്യം. എനിക്കൊന്നും ആ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ അവരുടെ ഭാര്യ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അംബിക ഇങ്ങനെയല്ല, പെരുമാറണം, ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു ഒരു ദിവസം പിടിച്ചിരുത്തി. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ബാക്കിയെല്ലാം ഞാനങ്ങ് മറന്നു. കാര്യം പുള്ളി എൻ്റെ അടുത്ത് ഒരു പൊടിയും ദേഷിക്കുന്നുമില്ല, വഴക്കിടുന്നില്ല, ഒന്നുമില്ല. പിന്നെ തൊട്ട് ഞാൻ പുള്ളിയെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്കല്ലേ വെറുപ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല, സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ പുള്ളി പറയുന്ന കണക്ക് തന്നെ ഇപ്പം എന്ത് പറയുന്നു അതേപോലെ ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ജോലിക്ക് പോയി 2 ദിവസം കഴിയുമ്പം വരും. അപ്പം അല്ല ആ തമിഴരുടെ വീട്ടിൽ വിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ തിരിച്ച് വരുമ്പോൾ എന്നെ വിളിച്ച് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ദിവസം അവിടെ തങ്ങും. പിന്നെ വീണ്ടും ജോലിക്ക് പോകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകും. അങ്ങനെയായി 2-3 ദിവസം. അങ്ങനെ പിന്നെ ജീവിതം അങ്ങോട്ട് തുടങ്ങിയത്. പിന്നെ മോനെ ഗർഭിണിയായി. 3 മാസം ആയപ്പോഴത്തേക്കും മോനെ ഗർഭിണിയായപ്പം ഭയങ്കര ഈ പറഞ്ഞത് ജീവിതം തന്നെ അതേപോലെ തന്നെ എന്ന് വെച്ചാൽ വഴക്കിടാതിരിക്കുമ്പോൾ എനിക്ക് ആരെടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ഈ വിവരങ്ങളും എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. ഇന്നതുപോലൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഇൻട്രസ്റ്റ് വരാത്തതെന്ന് ഞാൻ പറയാൻ പോയില്ല. കാര്യം എനിക്കത് പറയേണ്ടുന്ന കാര്യമാണോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു അന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പിന്നെ 3 മാസം ഗർഭിണിയായി ഇതേപോലെ ഭയങ്കര ഛർദിലായപ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളവർ പറഞ്ഞ് പുള്ളി അങ്ങ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഓവർ ടൈം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇവർ പറയും എൻ്റെ അടുത്ത് ഒന്നും വെച്ച് കഴിക്കത്തില്ല, അതുകൊണ്ട് ഇവരെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയത്തിന് തള്ളന്മാരുടെ ഒരു പരിചരണം വേണം, അതുകൊണ്ട് നാട്ടിൽ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെയായിട്ട് നാട്ടിൽ വന്നിട്ട് അഷ്ടമുടിയിലാണ് വരുന്നത് എന്ന് വന്നാലും. അവിടെ വന്നിട്ട് പിന്നെ പെരുമൺ വന്നിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് പിന്നെ അടുത്ത ദിവസം അഷ്ടമുടിയിൽ പോയി. അഷ്ടമുടിയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഇവരുടെ അമ്മയും പെങ്ങളും വിളിച്ച് പറഞ്ഞ് മോളെ നീ ഇങ്ങനെ നാട്ടിൽ വന്ന് നിന്നിപ്പോൾ നിനക്കിവിടെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നയാന്ന് പറയുന്നപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നാട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അവൻ മറുനാട്ടിലല്ലയോ, അതുകൊണ്ട് നീയും കൂടെ അങ്ങ് പോ, നാട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എന്നെ 3 ദിവസമേ നാട്ടിൽ നിന്നോളൂ. 3-ാമത്തെ ദിവസം വീണ്ടും തിരിച്ചുവിട്ടതിന് ശേഷം പിന്നെ 7-ാം മാസം ചടങ്ങൊക്കെ ഉണ്ട്. അതിനൊന്നും ആരും എന്നെ വിളിച്ചതുമില്ല, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുമില്ല. അച്ഛൻ ആരും വിളിച്ചിട്ടില്ല എന്നെ. 7-ാം മാസത്തിൽ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അച്ഛൻ അവിടെ വന്നിട്ട് ഇത് ആ ചടങ്ങ് നടത്തുന്നത് അവിടെ മാത്രം. ഇവരുടെ ഒരു ചിറ്റപ്പനൊക്കെ ഉണ്ട്, മല്ലകുപ്പ എന്ന് പറയുന്നത് ഷിമുഗയിൽ തന്നെ. അവിടുന്ന് അവരുടെ ഒരു മോളെന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സമയത്തിന് ആ കുട്ടി 9ൽ അങ്ങോട്ടാണ് പഠിക്കുന്നത്. ആ കൊച്ചിനെ വിളിപ്പിച്ച് ആ കൊച്ചു വന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് എന്നെ കൊണ്ട് തന്നെ പായസം അച്ഛൻ പായസം എല്ലാം വെപ്പിച്ച് പൂജ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു ചടങ്ങ് പോലെ നടത്തി. അപ്പുറമുള്ള ആർക്കും വെച്ചാൽ കന്നഡ ഒന്നും അത്ര നന്നായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നടന്ന് അച്ഛൻ 2 ദിവസം അവിടെ നിന്നിട്ട് അച്ഛൻ പോരുന്നു. അങ്ങനെ ഇനി പോരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസവത്തിന് വിളിപ്പിച്ച് അച്ഛനിങ്ങി പോരുന്നു, എന്നെ അവിടെ നിർത്തിയിട്ട് ഇനി പോരുന്നു. അപ്പൊ ഇതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 9 മാസം അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ വേറെ മോശം സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ട്. ഞാൻ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴെന്ന് പറഞ്ഞാൽ അത് തുറന്നു പറയാമെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ചെല്ലുമ്പം ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞു. അപ്പോൾ കാണാൻ ചില പെണ്ണുങ്ങളൊക്കെ വന്നിരിക്കും. എനിക്ക് കന്നഡ അറിയത്തില്ല. അന്നേരം വന്നിരുന്നു കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ട്. കരഞ്ഞു കഴിയുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അകത്ത് നിന്നിട്ട് പൈസ 50 രൂപ 100 രൂപ 200 രൂപ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ പൈസ കൊടുത്തിട്ട് ഇവർ ഇതും മേടിച്ചുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ 2-3 വട്ടമായപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഈ പൈസ കൊടുക്കുന്നത്, അവരെന്തോ പറഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അത് അവരുടെ ഭർത്താവ് ഒന്നും കൊടുക്കുന്നില്ല, ചിലവിന് കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് കഷ്ടമുണ്ട് വീട്ടിൽ, അതുകൊണ്ടാണ് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ആയിട്ട് ഒരു 3-4 ദിവസം കണ്ട. അപ്പം ഞാൻ പറഞ്ഞേ ഇവർക്കൊക്കെ ഇത് നമ്മുടെ ബന്ധുക്കളല്ല, പരിചയമുള്ളവരല്ല, ആരുമല്ല. ഇവർക്ക് ഈ പൈസ കൊടുക്കുന്നതിന് പകരം നാട്ടിൽ അച്ഛനും അമ്മയുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ല കഷ്ടത്തിൽ ജീവിക്കുന്നവരാ, അവർക്ക് പൈസ അയച്ചു ഈ പൈസ അങ്ങ് അവർക്ക് അയച്ചു കൊടുത്താൽ അതൊരു പുണ്യമല്ലയോ എന്ന് പറഞ്ഞ്. ശരിയാണല്ലേ, അതിനെ തൊട്ട് അവർക്ക് അയച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് വെറും 100 രൂപ വീതം മാസം 100 രൂപ അവരുടെ അച്ഛൻ അയച്ചു കൊടുക്കുമായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ആദ്യ മാസം ശമ്പളം വന്നപ്പോൾ ഒരു കെട്ട് നോട്ട് എൻ്റെ കൈ കൊണ്ടു തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ തൊണ്ട് തല്ലിയും പിന്നെ കയറ് പിരിക്കുകയും ഒക്കെ ചെയ്യും, പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഞാനും പഠിച്ചത്. വീട്ടിൽ നല്ല ജോലി ചെയ്യണം. ആ ജോലിയുടെ പൈസയും അമ്മയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചില്ലറ വരുന്നു എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ജോലി വിട്ടിട്ട് പിന്നെ എക്സ്ട്രാ ജോലി ചെയ്യണം. ഇപ്പോൾ 200 രൂപയോളം നമ്മൾ ഒരു ദിവസം തല്ലിയാൽ അതിൻ്റെ കൂടെ 100
100 എക്സ്ട്രാ തല്ല, അത് അച്ഛൻ അറിയാതെ. 200 വള അച്ഛൻ്റെ കണക്ക്, പിന്നെ 100 എക്സ്ട്രാ തല്ലിയിട്ട് കൂടെ ജോലിക്ക് വരുന്നവരുടെ കണക്ക് പറഞ്ഞിട്ടാണ് ആ പൈസ മേടിക്കുന്നത്. അതാ നമ്മുടെ ചെലവിനുള്ള പൈസ, അത് അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പൈസ ഒന്നും കൈകാര്യം ചെയ്തിട്ടില്ല. എന്തെങ്കിലും കോളേജിൽ വയ്ക്കുകയോ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ തന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. അത് കാരണം ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഈ പൈസ വേണ്ട, എനിക്കിത് വെച്ചിരുന്ന എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ചേട്ടൻ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വിളക്കിൻ്റെ അടുത്ത് വെച്ച് തൊഴുതിട്ട് പൈസ അങ്ങ് കൈ കൊടുത്ത്. അന്ന് കണ്ട പൈസ പിന്നെ ഞാനിപ്പോൾ ഒരു 5 വർഷം കൊണ്ടാണ് പിന്നെ ഞാൻ കാണാൻ തുടങ്ങുന്നത്. എത്ര രൂപ കിട്ടുമെന്നുള്ളതൊന്നും പറയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ജോലിക്ക് വിടത്തില്ല, തയ്യൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതോ? എന്തുവാ തയ്യലോ? ഇല്ല, തയ്യൽ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് തയ്യൽ അറിയത്തില്ല. ചുമ്മാതെ എനിക്ക് വീട്ടിൽ മേടിക്കുന്ന തുണികൾ ഞാൻ തയ്ക്കും, ആരെങ്കിലും കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും, ഞാൻ തയ്ക്കും, അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ പുറത്ത് എവിടെയും ഞാൻ തയ്യൽ പഠിക്കാൻ പോയില്ല. നല്ല 1ാം തരം തയ്യൽക്കാരി ആയതിനു ശേഷം ആ തയ്യലിനകത്ത് എനിക്ക് മുമ്പോട്ട് പോകണം. പിന്നെ കുട്ടി ആരെങ്കിലുമൊക്കെ വേറെ ആരെങ്കിലും കൂലിക്ക് വെച്ച് ആളിനെ ചെയ്യിക്കണമെന്ന് വെച്ചാൽ അതൊന്നും വിടത്തില്ല. ഞാൻ തനിയെ തയ്ക്കണം. എന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു തരും, അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യും. പിന്നെ അങ്ങ് തയ്യലേ തന്നെ. തയ്യലിനകത്ത് വരുമാനം തുടങ്ങിയപ്പോൾ തന്നെ ഈ ലൈനിങ് തുണി ഫാൾസൊക്കെ മേടിക്കുന്ന കടക്കാർ തന്നെ പറഞ്ഞ്, നിങ്ങൾ ഒരാളെ കൂലിക്ക് വിളിക്കും, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും തുണി തയ്ക്കാൻ പറ്റത്തില്ല, കൂലിക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ വർഷമായി. അപ്പോൾ ഒരു നല്ല സഹകരണം ഉണ്ട്. അടുക്കളയിൽ പാചകം ചെയ്തെല്ലാം തരും എനിക്ക്, ഞാൻ തയ്ക്കണം, എപ്പോഴും തയ്ക്കണം. പക്ഷെ വേറെ സ്ത്രീകളോട് അങ്ങനെ മോശം പെരുമാറ്റമൊന്നും കണ്ടിട്ടില്ല. അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഇതേപോലെ കല്യാണം കഴിഞ്ഞ് ചെന്ന മാസം 2 മാസം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന ആളിനെ കാണത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ വെളുപ്പിൽ അവിടെ ചാണകം തെളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ തൊട്ടടുത്തടുത്തുള്ള റൂമുകളാണ്. അപ്പോൾ കാണാം പുറത്ത് വന്നിട്ട് പെണ്ണുങ്ങൾ ചാണകം തെളിക്കുന്നതിൻ്റെ പുറകിന് ചെന്ന് നിന്നുകൊണ്ട് എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് ആദ്യം കണ്ടപ്പോൾ വല്ലാത്ത പേടിയായിപ്പോയി അങ്ങ്. പിന്നെ കുറേ നാളായി, കുറേ ദിവസം 2-3 ദിവസം ഞാനിത് പറഞ്ഞു, എന്ത് കേട്ടോ ഇത് കാണിക്കുമോ, ഇല്ലപ്പാ ഞാൻ ഒന്നും ചെയ്തില്ലപ്പാ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പുള്ളി എന്തെങ്കിലും പറയുമ്പോൾ അങ്ങ് കരയുമായിരുന്നു. പിന്നെ ഒരു അങ്ങ് കരയും, ഞാനൊന്നും ചെയ്തില്ല, ആരോടും പറയരുത്, ഞാനൊന്നും ചെയ്തില്ല എന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ അടുത്ത് ആർക്കും ഇഷ്ടമില്ല, എന്നെ ആരുടെയോ അവരുടെ മാമനാ വളർത്തിയത്, എന്നെ എൻ്റെ അമ്മയും അച്ഛനും അവിടെ കൊണ്ട് കളഞ്ഞതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കരയുമായിരുന്നു. പിന്നെ എന്നിട്ട് ഒരു 2-3 വട്ടം ഞാൻ ചെന്നങ്ങ് മുമ്പിൽ നിന്നിട്ടുണ്ട്, കയ്യോടെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മറുനാട്ടിൽ വന്ന് കിടക്കുന്ന നിങ്ങളെക്കുറിച്ച് വേറൊരു പാർട്ടി ഒരു കൊള്ളാത്ത രീതി പറയുന്നത് ഇഷ്ടമല്ലെന്നൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി, പല ഇതുമായി. ഞാൻ കരയുകയല്ലാതെ എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആരെടുത്ത് പറയാൻ പറ്റും? പിന്നെ ആ വീട് മാറി വേറെ വീട്ടിൽ വന്നിട്ടും പിന്നെ ഇതേപോലെ പല ചേഷ്ടകളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്തിന് ഇത് ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ എന്താവും, എൻ്റെ അടുത്ത് പറയും, നാട്ടിൽ പോകുമ്പോൾ ഒന്നും പറയരുതേ, ഒരു വകയും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയരുതേന്ന് പറയും. ഞാനൊന്നും വന്ന് പറയത്തില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അഭിമാനം ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ല, എൻ്റെ അടുത്ത് ആരും എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല. എൻ്റെ അമ്മ പോലും മോളെ എങ്ങനെയുണ്ട്, അവൻ എങ്ങനെ നോക്കുന്നു ഒന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പുള്ളി എന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒന്നേ അവരുടെ വീട്ടിൽ അല്ലെ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് എല്ലായിടത്തും പറഞ്ഞ് എന്താ എനിക്ക് സംശയമാണ്, എനിക്കങ്ങ് പുള്ളിയെ സംശയം. ഈ ഒരു വാക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും പറഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങളുടെ വീട്ടിൽ എന്താ ഇങ്ങനെ ഒരു, എനിക്കറിയില്ല, ആർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും നിങ്ങളെ കുറിച്ച് അന്വേഷിക്കത്തില്ല. നിങ്ങൾ നാട്ടിൽ വന്ന് നിന്നാലും ഒരു സ്നേഹമില്ല, അന്വേഷിക്കും. ഞാൻ അവിടെ ചെന്നാൽ ഏതെങ്കിലും രീതിയിൽ അത് പുള്ളിയുടെ മുന്നിൽ തന്നെ വെച്ച്, എൻ്റെ 2ാമത്തെ നാത്തൂൻ ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന ഉടനെ കാണാം അകത്ത് ഞങ്ങളിങ്ങനെ എത്തി നോക്കിയിട്ട് ചായ ഇട്ട് വെക്കും. ചായ ഇട്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോകും. ഞങ്ങളുടെ അമ്മ അവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെന്ന പാടെ അല്ലെ കയറി മോള് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മേടിക്കുകയോ അല്ലെ എങ്ങനെ വന്ന് എന്തെങ്കിലും ഒരു സുഖവിവരം അന്വേഷിക്കുന്നുണ്ടല്ലോ, ഒന്നുമില്ല, ആരും ചെയ്യത്തില്ല. എന്നിട്ട് അവിടെ അങ്ങോട്ട് ഇറമ്പയിലിരിക്കും, ഫ്രണ്ടിൽ ഇങ്ങനെ ഇറമ്പുണ്ട്, അവിടെ ഇറമ്പയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് ഓടി വന്നിട്ട്, എന്താടി അവൾ ചായ ഇട്ട് വെച്ചേക്കുന്ന എല്ലാവർക്കും എടുത്തുകൊണ്ട് കൊടുത്തുവിടായോ, നിനക്ക് എന്ത്, നീ ഇവിടെ ജീവിച്ചു വളർന്ന്. അന്നേരം നാത്തൂമാർ പറയുന്നതാണ്, അവളെന്തോ ഇവിടുത്തെ വീടല്ലേ, അവളെന്തോ ഗസ്റ്റാണോ, അവൾക്ക് വന്ന് വെച്ച് നിന്നുവിടായോ. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഫോൺ 0471 2386 5110.